ഹായ് ഓൾ, ചാനൽ തുടങ്ങിയ ശേഷമുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞങ്ങൾ ഈ പോകുന്ന ജാതകം പുറപ്പാട് കാണാനാണ്. ഞങ്ങളുടെ നാടിൻ്റെ ഉത്സവമായിട്ടുള്ള കടലുണ്ടി വാവുത്സവത്തിൻ്റെ തുടക്കമാണ് ജാതകം പുറപ്പാട്. ഇത് നല്ല ഹാപ്പിയാണ്, നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അവന്. കുറേ കാലത്തിന് ശേഷമുള്ള ഉത്സവത്തിന് പോകുന്നത്. കുറച്ച് ദിവസമായി ഈ ഉത്സവത്തിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ അവൻ ആ സന്തോഷത്തിലാണ്. ഏട്ടനും ഫസ്റ്റ് ടൈമാണ് ജാതകം പുറപ്പാട് കാണാൻ വരുന്നത്. സൺഡേയാണ്, നല്ല തിരക്കുണ്ടായിരിക്കും. ഞങ്ങളുടെ നാടിൻ്റെ ഭഗവതിയാണ് കേട്ടോ പേടിയാട്ടമ്മ. പേടിയാട്ടമ്മയുടെ മകനാണ് ഈ ജാതവന് അമ്മ വൃഷ്ടി കൽപ്പിക്കും. അങ്ങനെ മകനോട് വർഷത്തിലൊരിക്കൽ മാത്രം അമ്മയെ കാണാൻ വരാനും അതുവരെ കാക്കിരിക്കുക കുന്നിൽ പോയിരിക്കാനും പറയും. അങ്ങനെ അമ്മയുടെ വാക്ക് കേട്ട് മകൻ പോയിരിക്കുന്നതാണ് ഈ കുന്നിൽ. അവിടെയാണ് ഇപ്പം ഭഗവാന്റെ കോട്ട. അതിപ്പം ഞങ്ങളവിടെ എത്തിയ സമയം എന്തായാലും ജാതകം പുറപ്പാട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എന്നാലും അമ്പലത്തിലേക്ക് ഓരോരുത്തർ പോകുന്നുണ്ടേ. അപ്പോൾ ഏട്ടനായിട്ട് ആദ്യമായിട്ട് വരില്ല. അപ്പം വെളിച്ചെണ്ണ, കുടമണി, ചൂടിക്കയർ ഇതൊക്കെ വാങ്ങിക്കാണ്ട് ഏട്ടൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നുള്ളത്. അവിടെ നല്ല തിരക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങപ്പോൾ നമുക്ക് പോവാം, ഭഗവാനെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങൾ കുടമണിയും വെളിച്ചെണ്ണയും ചൂടിക്കയറൊക്കെ വാങ്ങിച്ച് മാല ചാർത്തണമെന്നുണ്ടായിരുന്നു. മാല കിട്ടിയില്ല, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ ഇറങ്ങി. ഭഗവാൻ ഇറങ്ങുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഋതുവിൻ്റെ പേര് എഴുതിയ ഒരു കൊടിത്തോരണം കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു കേട്ടോ, അതാ ഋതു നിൻ്റെ പേര്. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അവൻ്റെ പേരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല തിരക്കാണ്, കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പം അവിടെ മേലേക്ക് എത്താൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. അങ്ങനെ ഏട്ടൻ ഋതുവിനെ എടുത്ത് തോളിലൊക്കെ ഒന്ന് ഇരുത്തി. അവന് കാണാൻ പറ്റാൻ വേണ്ടിയിട്ട്, പക്ഷെ അവൻ കാണുന്നില്ല. അപ്പോൾ ഏട്ടനോട് ചോദിക്കുകയാണ്, പേടിയാട്ടമ്മ എവിടെ അച്ഛാ? പേടിയാട്ടമ്മേനെയാണ് അവൻ ചോദിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ പേടിയാട്ടമ്മയല്ല, അവിടെ ജാതവനാണ്, അമ്മയുടെ മകനാണ്, ഭഗവാനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. കുറച്ച് ദൂരത്തു നിന്നാണ് ഇങ്ങനെ കണ്ടു, പക്ഷെ അടുത്തു കൂടി അല്ലേ പോവാന്നുള്ളതിൽ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നു. പറ്റുന്ന പോലെ മേലേക്ക് കയറുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ബാക്കിലുള്ള ആൾക്കാരും കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറ്റുന്ന പോലെ കയറി. വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ അവിടെ സമർപ്പിക്കേണ്ട. അങ്ങനെ മേലെ എത്തിയപ്പം ചെണ്ടക്കാർ പറഞ്ഞു, ഇറങ്ങാനായി, ഇനി മേലേക്ക് കയറണ്ട, ഇവിടെ നിന്ന് തൊഴുതോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തൊഴുത് കൂറിയൊക്കെ വാങ്ങി. ഏട്ടന് ഋതുവും ബാക്കിലായിരുന്നു, അവരും തൊഴുതു. അങ്ങനെ അവരുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണേ. അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഋതു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, പേടിയാട്ടമ്മ എവിടെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര. പേടിയാട്ടമ്മേനെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. വാവുത്സവത്തിന് അന്നാണ് കേട്ടോ അമ്മയും മകനെയും ഒരുമിച്ച് കാണാനും തൊഴാനും പറ്റുക. ഞാൻ കുറി കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവന് തൊടണം, പിന്നെ അവൻ അച്ഛനും തൊട്ട് കൊടുക്കണം. അങ്ങനെ അച്ഛനും അവനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറിയൊക്കെ തൊട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം പോയാൽ നമുക്ക് അവിടെ നിന്ന് കാരകളി കാണാൻ പറ്റും, തിരക്കില്ലാത്തൊരു രീതിയിൽ നിൽക്കാം. അപ്പോൾ ഋതു നോക്കുകയാണ് എവിടെയാണ് കാരകളി എന്നൊക്കെ ഉള്ളത്. പറഞ്ഞപ്പോഴേ അവൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ ഇടാൻ വേണ്ടി പോയി. അപ്പോൾ അതാ ഭഗവാൻ പുറപ്പെട്ടെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് ഓരോന്ന് സമർപ്പിക്കാനായിട്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തൊഴുതിട്ട് എല്ലാവരും കാരകളി കാണാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ കാരകളി പറമ്പിൻ്റെ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ നല്ല ആൾക്കാരായിട്ടുണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ ഒരു സൈഡിൽ നിൽക്കുക, കാണാൻ പറ്റുമെന്നൊന്നും തോന്നില്ല, അത്രയും തിരക്കായിട്ടുണ്ടായിരുന്നു. ഭഗവാൻ നേരെ അമ്പലത്തിൽ പോയതാണ്. അവിടെ നിന്ന് ഭഗവാൻ ഇങ്ങോട്ട് വരും. കാരകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂടിക്കയറോട് ഉണ്ടാക്കുന്നൊരു പന്താണ് കേട്ടോ. അത് ഈ ജാതവൻ എടുത്തിട്ടുള്ള ആൾ കാലുകൊണ്ട് തട്ടി കളിക്കുക. ഞങ്ങളെ ഭഗവാൻ ജനങ്ങളെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ജാതി മത വ്യത്യാസമന്യേ ജനങ്ങളോടൊരു കളിത്തോഴനായിട്ട് കളിക്കുന്നൊരു കളിയാണ് കേട്ടോ ഈ കാരകളി. ഇതാ ഋതു ആണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ബലൂണും കാര്യങ്ങളും കണ്ടിട്ട് ഏട്ടനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വാങ്ങിത്തരുമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പം ഭഗവാൻ വന്നു. ഭഗവാൻ വന്ന സമയത്തുള്ള പുഷ്പവൃഷ്ടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം നന്നായിട്ട് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഞാൻ ഒരു പുക മാത്രം കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പൂ വീഴുന്നതൊക്കെ കണ്ടത്. അങ്ങനെ കുറച്ച് ബാക്കിലോട്ടായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇതാണ് കേട്ടോ അത് പുഷ്പവൃഷ്ടിയും. ഭഗവാന് ജനങ്ങളിടയിൽ ഇരുന്ന് കളിക്കാൻ വിടുന്നൊരു കാരകളി കളിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ആ എടുക്കുന്ന ആൾ കാലുകൊണ്ട് പന്ത് തട്ടി കളിക്കുക ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഉത്സവത്തിന് തുടക്കമായി. 3 ദിവസത്തെ ഉത്സവമാണ്. കടലുണ്ടിക്കാർക്ക് രാത്രി ഉറക്കമൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണ് കേട്ടോ ഇനി 3 ദിവസം. ഇവിടുന്ന് ജാതകം പുറപ്പാട് കഴിഞ്ഞ് ഭഗവാൻ കാരകളിയൊക്കെ കളിച്ച് ഇനി ഓരോ തറവാടുകളിലേക്ക് പോവാണ് കേട്ടോ. ഇനി രാത്രിയും പകലൊന്നുമില്ല, ആ തറവാടുകളിലും കയറി ഇറങ്ങും കേട്ടോ ഭഗവാൻ. അമ്മയുടെ ഉത്സവം പറഞ്ഞ് ഇതാ ഋതു നല്ല ഉറക്കമായി. ജാതകം പുറപ്പാട് കഴിഞ്ഞിട്ട് അവിടെ ടീം കാരകളിയുടെ പായസ വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഋതുവിന് പായസം നല്ല ഇഷ്ടമാണ്, പക്ഷേ അവനുള്ള പായസം കൈ പിടിച്ചോ നല്ല ഉറക്കത്തിലാണ്. തിരക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണേ. സീ യു ഓൾ.